നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നേ കറണ്ട് അഫയേഴ്സ് 2022 മാർച്ച് 16 മുതൽ 25 വരെയുള്ളതാണ് പഠിക്കാൻ തന്നത്. എല്ലാവരും പഠിച്ചു കാണുമല്ലോ അല്ലേ? ഞാൻ വൈകുന്നേരം പരീക്ഷ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. എൻ്റെ പേര് അശ്വതി. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടല്ലേ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. ഓക്കെ, അപ്പൊ എന്തായാലും ലിസ്റ്റിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, 2022 ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നതിന് പിന്നിലെ മുഴുവൻ പ്രക്രിയയും പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ഹബിൾ ദൂരദർശിനി, കെപ്ലർ ദൂരദർശിനി, ജെയിംസ് വെബ്, ഫെർമി ഗാമ റേ ദൂരദർശിനി. എഴുതിക്കോളൂ. രണ്ട്, 2022 കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സ്പിരിറ്റ് സിനിമ പുരസ്കാരം ലഭിച്ച കുർദിഷ് സംവിധായക ആരാണ്? ജെന്നിഫർ ലീ, ലിസ ചാലൻ, ജെയിൻ ക്യാമ്പെയിൻ, കാതറിൻ ബിഗേലോ. മൂന്ന്, 2022 നടന്ന 44ാമത് ലോക ചെസ് ഒളിമ്പ്യാഡിന് വേദിയായ രാജ്യം ഏതാണ്? ഇന്ത്യ, ജപ്പാൻ, ഇന്തോനേഷ്യ, റഷ്യ. 4, ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഗ്രീൻ ട്രയാങ്കിൾ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യ, ഐവറി കോസ്റ്റ്, മെഡഗാസ്കർ, ശ്രീലങ്ക. 5, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അസാനി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? പാകിസ്ഥാൻ, ഇറാൻ, ജപ്പാൻ, ശ്രീലങ്ക. 6, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയെ സഹായിക്കുന്നതിന്റെ ഭാഗമായി $100 കോടി വായ്പാ കരാറിൽ ഒപ്പിട്ട ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്. 7, ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 18, മാർച്ച് 19, മാർച്ച് 20, മാർച്ച് 21. 8, 2022 മാർച്ചിൽ കേന്ദ്ര സർക്കാർ Y കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയ ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? വിവേക് അഗ്നിഹോത്രി, അനുരാഗ് കശ്യപ്, രാജ്കുമാർ ഹിരാണി, മൃണാൾ സെൻ. 9, 2022 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം. ഓപ്ഷൻ നോക്കുക. ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്, ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ടു പ്രഷ്യസ് ടു ലോസ്, ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ, എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽബീയിങ്. 10, 2022 മാർച്ചിൽ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ സ്ഥാപിതമായത് എവിടെയാണ്? ഭുവനേശ്വർ, ലുധിയാന, ഹൈദരാബാദ്, ഗാന്ധിനഗർ. 11, മാലിദ്വീപ് ഗവൺമെന്റിന്റെ സ്പോർട്സ് അവാർഡ് 2022 സ്പോർട്സ് ഐക്കൺ പുരസ്കാരം ലഭിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, സുരേഷ് റെയ്ന, അസറുദ്ദീൻ. 12, പാക് കടലിടുക്ക് നീന്തി കടന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും വേഗതയേറിയതുമായ വനിതാ നീന്തൽ താരം ആരാണ്? ജിത്തു റായ്, ജിയ റായ്, ക്രിസ്റ്റിൻ ഓട്ടോ, ഡാറ ടോറസ്. 13, 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിയായ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം അടുത്തിടെ വിരമിച്ചു. ആരാണെന്ന് കണ്ടെത്തുക. ആഷ്ലി ബാർട്ടി, അറിയാന സാബലങ്ക, എലീന റൈബാക്കിന, മാർഗരറ്റ് കോർട്ട്. 14, 20ാമത് IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത്? ക്ലാര സോള, ദ നോട്ട്, ദ ക്ലൗഡ് ആൻഡ് ദ മാൻ, മാസ്റ്റർ ഗാർഡനർ.
15 പോളാവാരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി. ഓക്കെ, ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഉത്തരങ്ങളെല്ലാം കിട്ടി കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം. ആൻസേഴ്സ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ തരുന്ന പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ഒന്നുപോലും മിസ്സാവണ്ട എന്ന് കരുതിയിട്ടാണ് ഡെയിലി തരുന്നതും ഡെയിലി പരീക്ഷ ഇടുന്നതും. പക്ഷെ നിങ്ങൾ അതിനോടുള്ള പ്രതികരണം വളരെ കുറവാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ടൈം ടേബിൾ തുടങ്ങാൻ പറയാനും അതുപോലെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. തുടങ്ങാൻ പറഞ്ഞ് ആരംഭശൂരത്ത് എന്ന രീതിയിൽ തുടക്കത്തിൽ കുറച്ച് പേര് കാണും, ഇങ്ങനെ ഒഴിഞ്ഞു പോവും. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ, അത് പൂർണ്ണതയിൽ എത്തിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതെപ്പോഴും മനസ്സിൽ വെക്കുക, എപ്പോഴും പറയുന്ന കാര്യമാണ്. ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2022 ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നതിന് പിന്നിലെ മുഴുവൻ പ്രക്രിയയും പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? എ. ഹബിൾ ദൂരദർശിനിയാണ്, ഹബിൾ ടെലസ്കോപ്പ്, ഹബിൾ ദൂരദർശിനി. 2. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സ്പിരിറ്റ് സിനിമ പുരസ്കാരം ലഭിച്ച കുർദിഷ് സംവിധായക ആരാണ്? ബി. ലിസ ചാലൻ ആണ്, ലിസ ചലാൻ. 3. 2022 നടന്ന 44ാമത് ലോക ചെസ് ഒളിമ്പ്യാഡിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. 4. ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഗ്രീൻ ട്രയാങ്കിൾ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? മെഡഗാസ്കറിലാണ്, മെഡഗാസ്കർ, സി. 5. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അസാനി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? അസാനി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്, ശ്രീലങ്ക, ഡി. 6. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയെ സഹായിക്കുന്നതിന്റെ ഭാഗമായി $100 കോടി വായ്പാ കരാറിൽ ഒപ്പിട്ട ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി. 7. ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് മാസം 20 ആണ്, മാർച്ച് 20. 8. 2022 മാർച്ചിൽ കേന്ദ്ര സർക്കാർ വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയ ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി, വിവേക് അഗ്നിഹോത്രി, എ. 9. 2022 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എ. ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ എന്നുള്ളതായിരുന്നേ. 10. 2022 മാർച്ചിൽ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ സ്ഥാപിതമായത് എവിടെയാണ്? ലുധിയാനയിലാണ്, ലുധിയാന, ബി. 11. മാലിദ്വീപ് ഗവൺമെന്റിന്റെ സ്പോർട്സ് അവാർഡ് 2022 സ്പോർട്സ് ഐക്കൺ പുരസ്കാരം ലഭിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സുരേഷ് റെയ്നയാണ്, സി. സുരേഷ് റെയ്ന. 12. പാക് കടലിടുക്ക് നീന്തിക്കടന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും വേഗതയേറിയതുമായ വനിതാ നീന്തൽ താരം ആരാണ്? ജിയ റായി ആണ്, ജിയ റായി. അടുത്ത ചോദ്യം, 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിയായ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം അടുത്തിടെ വിരമിച്ചു. ആരാണെന്ന് കണ്ടെത്തുക. ആഷ്ലി ബാർട്ടി, ആഷ്ലി ബാർട്ടി, എ. 14. 20ാമത് IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ക്ലാര സോള, ക്ലാര സോള, എ. 15. പോളാവാരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പോളാവാരം ജലസേചന പദ്ധതി ഗോദാവരി നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഗോദാവരി. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. ബാക്കി പോർഷൻസ് എല്ലാം പുറകെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം. താങ്ക് യു.